ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ നമ്മുടെ റാഹത്തായി ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫാണ്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണട്ടെ. കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലും ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 7 മണിയാകുമ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കലാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ ഇല്ല കേട്ടോ, സ്കൂളേ ഉള്ളൂ. അതുകൊണ്ടാണ് 7 മണിക്ക് കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക്. അതെങ്ങനെയുണ്ടെന്ന് നോക്കുന്നുണ്ട്. 12 പണിക്കാറുണ്ട് കേട്ടോ. അവർക്ക് ചായയും ചോറും എല്ലാം കൊടുക്കണം കേട്ടോ. ഇനിതാ ഇഡ്ഡലിക്കെല്ലാം തലേന്ന് രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കിച്ചൺ ഭാഗത്തുള്ള ഗ്രിൽസെല്ലാം തുറന്നിട്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ അലക്കാനിട്ട് കൊടുക്കലാണ് കേട്ടോ. ചായ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തുണിയെല്ലാം അലക്കാനിട്ട് കൊടുക്കലാണ്. ചായ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചായയെല്ലാം റെഡി ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചായയെല്ലാം കുടിച്ചു. 2 ചെമ്പിലായിട്ട് ചോറ് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ തേയില എന്താണെന്ന് വെച്ചെങ്കിൽ വലിയൊരു ചെമ്പുണ്ട്. പക്ഷേ എങ്കിൽ അത് വറക്കുമ്പം പേടിയാവും. അതുമല്ല റൈസ് കുക്കറിൽ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്പിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ അതിലുള്ള മാവെല്ലാം വേറെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചെമ്പിലും വേറെ ചെമ്പിലും ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ഈ ചെമ്പിൽ വെച്ചിട്ട് വെന്തതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് മറ്റേ ചെമ്പിൽ വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് വേകുന്ന അരിയാണ് കേട്ടോ. അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. അങ്ങനെ ഇതാ ഇഡ്ഡലിക്കുള്ള അപ്പച്ചമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയെല്ലാം ചുട്ടെടുക്കലാന്ന്. ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സാമ്പാറിലെ പരിപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെജീസ് എല്ലാം കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കലാണ്. അങ്ങനെ കുറച്ച് വേസ്റ്റ് ഉണ്ടായി കേട്ടോ. അതെല്ലാം കൊണ്ട് കളയലാണ്. ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് അതേ അടുപ്പിൽ സാമ്പാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ഇറക്കി വെച്ചു. എന്നിട്ട് അതേ അടുപ്പിൽ തന്നെ സാമ്പാറിൽ തേങ്ങ വറുത്തെടുക്കലാന്ന് കേട്ടോ. തേങ്ങ, ഉള്ളി, കറിവേപ്പില, ചെറിയ ജീരകം, വലിയ ജീരകം, ഉലുവ, കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി എന്നെല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കലാന്ന് കേട്ടോ. ഇത് പണിക്കാർക്കുള്ള വെള്ളമാണ് കേട്ടോ. അതിൽ ഐസ് കട്ട ഇട്ടിട്ട് കൊടുക്കലാന്ന്. ഇതുപോലത്തെ കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കും കേട്ടോ. സാമ്പാറിൻ്റെ വറുത്ത് വെച്ച തേങ്ങൻ്റെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കലാന്ന്.
അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് സാമ്പാറിലൊക്കെ ഒഴിച്ച് കൊടുക്കലാന്ന്. സാമ്പാറിലൊക്കെ അരപ്പ് കൂട്ടി കൊടുത്തുട്ടോ. അരച്ച അരപ്പും കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പുളിവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിളപ്പിച്ചെടുക്കലാണ്. അതിന് ശേഷം കടുക് താളിച്ചൊഴിക്കലാണ് കേട്ടോ. സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചട്നി റെഡിയാക്കി എടുക്കലാണ്. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, തേങ്ങ, പിന്നെ മുളക് പൊടി, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ഒരു ചട്നിയാണ് കേട്ടോ. അങ്ങനെ ഇതാ പിള്ളേർക്കെല്ലാം സ്കൂളിലൊക്കെ കൊണ്ട് ടൈം ആയിട്ടുണ്ട്. അവർക്കുള്ള ഫുഡെല്ലാം കൊടുക്കലാണ്. പിള്ളേരെല്ലാം ഫുഡെല്ലാം കഴിച്ചുട്ടാ. ഇത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കീഴലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സ്കൂളിലേക്ക് പോയി. നേരെ ഞാൻ കിച്ചണിൽ വന്നിട്ടാ. എന്നിട്ട് ഇതാ വേറെ കലത്തിൽ ചോറ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലിയെല്ലാം ചുട്ടിട്ടാവാറായിട്ടാ. പണിക്കാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ടൈമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ടാകുമ്പം അവർ വിളിക്കും കേട്ടോ. അപ്പോൾ കൊണ്ടു കൊടുക്കലാന്ന്. അങ്ങനെ പണിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഇതാ ചായ കൂട്ടാനെല്ലാം കൊണ്ടു കൊടുക്കലാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലും കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചക്കത്തതാണ്. ഉച്ചക്കത്തുള്ള ചോറും കൂട്ടാനും കറിയൊക്കെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ചോറ് ഇതാ പിന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിനത് വാർത്തെടുക്കണം. ബീട്രൂട്ടെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നങ്കല വളർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നങ്കല മുറിക്കണം. പിന്നെ അങ്ങനത്തെ എല്ലാം പണിയിലുണ്ട് കേട്ടോ. ഇതാ ചോറ് വാർത്തെടുക്കുന്നുണ്ട്. പച്ചക്കായ വറവാക്കി എടുക്കണം. പിന്നെ ഇതാ നങ്കല മുറിച്ചെടുത്തു. പിന്നെ ബീട്രൂട്ട്, പിന്നെ അയില ഉണ്ട് കേട്ടോ. അയില വരട്ടാന്ന് വിചാരിച്ച് മുളകിൽ. പിന്നെ അത് തേങ്ങ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തെ പിന്നെ നങ്ക് തേങ്ങ ഇട്ട് വെച്ച കറി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സാറ്. ഇനി ഇതാ തേങ്ങ ചരച്ചെടുക്കണം. അങ്ങനെ ഇതാ കുറച്ച് വേസ്റ്റ് ഉണ്ടായിട്ടാ. അതെല്ലാം കൊണ്ട് കളയലാണ്.
അങ്ങനെ ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നങ്കുത തേങ്ങ അരച്ച് വെച്ച ചാറാണ് കേട്ടോ, അതും റെഡിയായി. പിന്നെ ഇതാ കായ് കുക്കറിലുണ്ട് കേട്ടോ, പച്ചക്കായ് കുക്കറിലുണ്ട്. പിന്നെ അതിലേതാ വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നങ്ക് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കായ്ക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായതിന് ശേഷം ഞാൻ പണിക്കാരെ വിളിക്കാൻ പോയിട്ടാ. അപ്പം അവർ പറഞ്ഞ് ആയിട്ടതിന് കുറച്ച് സമയം കഴിയട്ടെ, അപ്പോൾ പറയാമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്താ മൻസൂർ ചാക്കിലെ ചോറെല്ലാം വിളമ്പി കൊടുക്കലാന്ന്. മൻസൂർ ചാക്ക് പോകാനുണ്ട് കേട്ടോ, തിരക്കുണ്ട്, പണിസ്ഥലത്ത് പോകണം. അങ്ങനെ മൻസൂർ ചാക്കിലെ ചോറ് കൊടുത്തു. അപ്പം പിന്നെ പണിക്കാർക്കുള്ളതെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്